ഹലോ, വെൽക്കം ടു ആക്സോണസ് ലേണിംഗ് ഓൺലൈൻ ക്ലാസ്സസ്. നമ്മുടെ അക്കൗണ്ടൻസി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ ഒരു ബാക്കിയായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഫസ്റ്റിൽ വരുന്ന പാർട്ട് എയിൽ വരുന്ന 20 ക്വസ്റ്റ്യൻസ് ആണ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ആ 20 തൊട്ട് അങ്ങോട്ടുള്ള 21 തൊട്ട് അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമുക്ക് നോക്കാനുള്ളത്. സോ നമുക്ക് 21st ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് 21st ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്? ഇതതിൻ്റെ ആൻസറാണ്. ഞാൻ ഇതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. ഇത്രയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. റൈറ്റ് നെയിംസ് ഓഫ് അഫക്റ്റഡ് അക്കൗണ്ട്സ് വൈൽ മേക്കിംഗ് ജേർണൽ എൻട്രീസ് ഓഫ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ്. എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? എന്താണ്? താഴെ നമുക്ക് 4 ട്രാൻസാക്ഷൻസ് തന്നിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ അല്ലേ? ഈ 1 2 3 4 എന്ന് പറഞ്ഞിട്ട് 4 ട്രാൻസാക്ഷൻസ് തന്നിട്ടുണ്ട്. ഈ ട്രാൻസാക്ഷൻസ് വായിച്ച് നോക്കിയതിന് ശേഷം എന്താണ് നമ്മൾ നോക്കേണ്ടത്? എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ജേർണൽ എൻട്രി എഴുതുമ്പോൾ ഈ 4 ട്രാൻസാക്ഷൻ്റെ ഇവിടെ സാലറീസ് എന്നുള്ളതിന് ശേഷം സാലറീസ് പെയ്ഡ് എന്നാണ് ഞാൻ പറയാതെ. ഓക്കെ, സോ നമുക്ക് എന്തൊക്കെയാണ് ട്രാൻസാക്ഷൻസ് തന്നിട്ടുള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഗുഡ്സ് സോൾഡ് ഫോർ ക്യാഷ് ആണ്. ഗുഡ്സ് സോൾഡ് ഫോർ ക്യാഷ്, അതായത് മലയാളത്തിൽ പറഞ്ഞാൽ സാധനങ്ങൾ നമ്മൾ വിറ്റു. എന്തിനാണ്? ക്യാഷിന് വിറ്റു. നമ്മൾ എന്തോ ഗുഡ്സ് വിറ്റു, അതായത് സാധനങ്ങൾ വിറ്റപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അതിന് പകരമായിട്ട് ക്യാഷ് കിട്ടി. അതാണ് ഒന്നാമത്തെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്, ഗുഡ്സ് സോൾഡ് ഫോർ ക്യാഷ്. ദെൻ രണ്ടാമത്തെ വരുന്നത് ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് ആണ്. എന്താണ്? ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ്. ആദ്യത്തേത് സെയിൽസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. രണ്ടാമത്തേത് എന്താണ്? ഗുഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്? വാങ്ങിച്ചു. എങ്ങനെയാണ് വാങ്ങിച്ചിട്ടുള്ളത്? ക്യാഷിനല്ല, പകരം ക്രെഡിറ്റിനാണ്. ക്രെഡിറ്റിന് വാങ്ങുക എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രെഡിറ്റ് മീൻസ് കടമായിട്ട് വാങ്ങുക എന്നാണ് കേട്ടോ. ഓക്കെ, സോ ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധനങ്ങൾ വാങ്ങി, പക്ഷെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല. നമ്മൾ കടം വാങ്ങുകയാണ് ചെയ്തത്. പിന്നീട് ക്യാഷ് തരാമെന്നുള്ള ഒരു ധാരണയിലാണ് ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അതാണ് രണ്ടാമത്തെ ട്രാൻസാക്ഷൻ, ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ്. ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് സാലറീസ്. ഇത് ജസ്റ്റ് ഒരു മിസ്റ്റേക്ക് വന്നതാണ്. തേർഡ് വൺ എന്ന് പറയുന്നത് സാലറീസ് അല്ല, സാലറീസ് പെയ്ഡ് ആണ്. ഓക്കെ, എന്താണ്? സാലറീസ് പെയ്ഡ് ആണ് വരുന്നത്. അതായത് സാലറി നമ്മൾ കൊടുത്തു. ആർക്കാ നമ്മൾ സാലറി കൊടുക്കുക? നമ്മളെപ്പോഴും ജേർണൽ എൻട്രി കാര്യങ്ങൾ എഴുതുമ്പോൾ ഒരു ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻസ് ആണ് റെക്കോർഡ് ചെയ്യുന്നത്. സോ അവിടെ സാലറി കൊടുത്തു എന്ന് പറഞ്ഞാൽ ആർക്കായിരിക്കും? ആ ബിസിനസ്സിലെ എംപ്ലോയീസിന് അല്ലെങ്കിൽ വർക്കേഴ്സിന് സാലറി കൊടുത്തു. അതാണ് സാലറീസ് പെയ്ഡ് ആണിത്. വെറും സാലറീസ് അല്ല, ജസ്റ്റ് മിസ്റ്റേക്ക് വന്നതാണ്. സാലറീസ് പെയ്ഡ് ആണ്. അതാണ് മൂന്നാമത്തെ ട്രാൻസാക്ഷൻ. നാലാമത്തെ എന്ന് പറയുന്നത് എന്താണ്? ഡിപ്രീസിയേഷൻ ചാർജ്ഡ് ഓൺ ഫേർണിച്ചർ ആണ്. എന്താണ്? ഡിപ്രീസിയേഷൻ ചാർജ്ഡ് ഓൺ ഫേർണിച്ചർ. ഫർണിച്ചറിൻ്റെ മുകളിൽ, ഫർണിച്ചർ അറിയാലോ അല്ലേ? ഫർണിച്ചറിന് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തു. ഫേർണിച്ചറിൻ്റെ മുകളിൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തു. എന്താണ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ? ഞാൻ വേറൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നാണ് തോന്നുന്നത്, കഴിഞ്ഞ ക്ലാസ്സിലാണെന്ന് തോന്നുന്നു, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ. ഡിപ്രീസിയേഷൻ എന്ന് മലയാളത്തിൽ ചോദിച്ചാൽ എന്താണ്? ഡിപ്രീസിയേഷൻ്റെ കറക്റ്റ് മീനിങ് തേയ്മാനം എന്നാണ് നമ്മൾ പറയുന്നത്. എന്താണ്? തേയ്മാനം. സോ ഈ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഈ വിയർ ആൻഡ് ടിയർ ആൻഡ് യൂസേജ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഫിക്സഡ് അസറ്റ്സിൻ്റെ വാല്യൂ കുറയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഡിപ്രീസിയേഷൻ എന്ന് പറയാം. ഓക്കെ, എന്താണ് ഫിക്സഡ് അസറ്റ്? മോർ ദാൻ 1 year വാലിഡിറ്റി അല്ലെങ്കിൽ ഡ്യൂറേഷനുള്ള അസറ്റ്സ് ആണ് എന്ത്? ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയുന്നത്. സോ ഫിക്സഡ് അസറ്റ്, ഫേർണിച്ചർ എന്താണ്? ഒരു ഫിക്സഡ് അസറ്റ് ആണ്. അതുപോലെ എന്താണ്? മെഷീനറി, ബിൽഡിങ്, ബിൽഡിംഗ് ഒന്നുമില്ല. സോ ബിൽഡിംഗ് ഫിക്സഡ് അസറ്റ് ആണ്. സോ ഞാൻ ഡിപ്രീസിയേഷൻ്റെ കാര്യം പറഞ്ഞാണ്. മെഷീനറി അതുപോലെ തന്നെ നമ്മുടെ ഫേർണിച്ചർ കാര്യങ്ങളൊക്കെ എന്താണ്? ഫിക്സഡ് അസറ്റ്സ് ആണ്. സോ ഇത്തരത്തിലുള്ള ഫിക്സഡ് അസറ്റിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് കാണുക? നമ്മൾ ഡിപ്രീസിയേഷൻ കാണാറുള്ളത്. ഇത്ര പെർസെൻറ്റേജ്, 10% ഡിപ്രീസിയേഷൻ ഓൺ ഫേർണിച്ചർ, 2% ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി, അങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ. സോ ഫിക്സഡ് അസറ്റിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യും? ഡിപ്രീസിയേഷൻ കാണും. ഓക്കെ, അതാണ് നമ്മുടെ നാലാമത്തെ എന്ത് പറഞ്ഞിട്ടുള്ളത്? നാലാമത്തെ ട്രാൻസാക്ഷൻ, ഡിപ്രീസിയേഷൻ ചാർജ്ഡ് ഓൺ ഫേർണിച്ചർ. ഫേർണിച്ചറിൻ്റെ മുകളിൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തു എന്നുള്ളത്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ക്വസ്റ്റ്യൻ എന്തായിരുന്നു? റൈറ്റ് നെയിംസ് ഓഫ് അഫക്റ്റഡ് അക്കൗണ്ട്സ് വൈൽ മേക്കിംഗ് ജേർണൽ എൻട്രീസ് ഓഫ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ്. ഈ 4 ട്രാൻസാക്ഷൻ്റെയും എന്താണ്? ജേർണൽ എൻട്രീസ് എഴുതുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഈ 4 ജേർണൽ എൻട്രീസ് എഴുതുകയാണ്. അപ്പോൾ അതിനെ ബാധിക്കുന്ന, ഈ എൻട്രീസ് ബാധിക്കുന്ന അക്കൗണ്ട്സ് ഏതൊക്കെയാണ്? ആ അക്കൗണ്ട്സിൻ്റെ പേരാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ എന്തല്ല? ജേർണൽ എൻട്രീസ് അല്ല എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എന്താണ്? ജേർണൽ എൻട്രി അറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ജേർണൽ എൻട്രിയിൽ ഡെബിറ്റിലും ക്രെഡിറ്റിലും വരുന്ന അക്കൗണ്ട്സ് ഏതാണോ ആ അക്കൗണ്ടിൻ്റെ പേരാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്.
ജേണൽ എൻട്രി എല്ലാം എഴുതേണ്ടതെന്ന് പറഞ്ഞാൽ ജേണൽ എൻട്രി ഫോർമാറ്റിൽ ഇപ്പോൾ ഇൻ അക്കൗണ്ട് ഡെറ്റർ ടു ഇൻ അക്കൗണ്ട് അങ്ങനെയല്ല, പകരം ആ അക്കൗണ്ട്സ് ഏതാണോ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ എന്താണ് ഫസ്റ്റ് ഇത് നോക്കാം. ഗുഡ്സ് സോൾഡ് ഫോർ ക്യാഷ്. ഞാൻ ഇവിടെ ആൻസർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഗുഡ്സ് സോൾഡ് ഫോർ ക്യാഷ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധനങ്ങൾ ക്യാഷിന് വിറ്റു, കടമായിട്ടല്ല ക്യാഷിന് തന്നെയാണ് വിറ്റത്. സോ നമ്മൾ സാധനങ്ങൾ വിറ്റതിന് പകരമായിട്ട് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, നമുക്ക് ഇങ്ങോട്ട് ക്യാഷും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്താണ് നമുക്കറിയാലോ അല്ലേ, അക്കൗണ്ടൻസിൻ്റെ ബേസിക്സ് റൂൾസും കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇനി. സോ നമ്മൾ ആദ്യം പഠിക്കേണ്ട കാര്യങ്ങളാണ്. സോ എസറ്റും എക്സ്പെൻസും ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യും, ദെൻ അതർവൈസ് ആണെങ്കിൽ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. അതായത് ഡിക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യും. ദെൻ നേരെ ഓപ്പോസിറ്റ് ആണ് എന്തിൽ, നമ്മുടെ ഇൻകം ലയബിലിറ്റി ഒക്കെ വരുമ്പോൾ ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യും, ദെൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, സോ എന്താണ് നമ്മുടെ ഫസ്റ്റ് എന്താണ്, ഗുഡ്സ് സോൾഡ് ഫോർ ക്യാഷ് ആണ്. അപ്പോൾ നമുക്ക് അഫക്റ്റ് ചെയ്യുന്ന രണ്ട് അക്കൗണ്ട്സ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്യാഷ് അക്കൗണ്ട് ആൻഡ് സെയിൽസ് അക്കൗണ്ട് ആണ്. എന്തൊക്കെയാണ്? ക്യാഷ് അക്കൗണ്ട് ആൻഡ് സെയിൽസ് അക്കൗണ്ട്. എന്തിൻ്റെ കേസാണ്? ഒന്നാമത്തെയാണ് പറയണേ, ഗുഡ്സ് സോൾഡ് ഫോർ ക്യാഷ്. എന്തുകൊണ്ടാണ് ക്യാഷ് അക്കൗണ്ടും സെയിൽസ് അക്കൗണ്ടും ആണെന്ന് പറയാൻ കാരണം, നമ്മൾ സാധാരണ സാധനങ്ങൾ ക്യാഷിന് വിറ്റു അല്ലെങ്കിൽ ഗുഡ്സ് വിറ്റു എന്ന് പറയുമ്പോൾ വരുന്ന ജേണൽ എൻട്രി ബേസിക്കായിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. സാധനങ്ങൾ വിൽക്കുമ്പോഴും അതുപോലെ തന്നെ സാധനം വാങ്ങുമ്പോഴുള്ള ജേണൽ എൻട്രീസ്. അപ്പോൾ എന്ത് ജേണൽ എൻട്രി? ജേണൽ എൻട്രി എങ്ങനെ വരിക? ഗുഡ്സ് സോൾഡ് ഫോർ ക്യാഷ്. എങ്ങനെയാണ് നമുക്കറിയാം, എങ്ങനെയായിരിക്കും? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു എന്താണ്, സെയിൽസ് അക്കൗണ്ട് ആണ്. എങ്ങനെയാണ്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട് ആണ് നമ്മുടെ ജേണൽ എൻട്രി വരിക. സോ ആ എൻട്രിയിൽ വന്നിട്ടുള്ള രണ്ട് അക്കൗണ്ട്സ് ഏതാണോ ആ അക്കൗണ്ട്സ് ആണ് എന്ത്, ഈ ഒരു ട്രാൻസാക്ഷനിൽ ബാധിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്തിട്ടുള്ളത്. അഫക്റ്റഡ് അക്കൗണ്ട്സിൻ്റെ നെയിംസ് ആണ് നമ്മളടുത്ത് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയായിരുന്നു? ക്യാഷ് അക്കൗണ്ടും അതുപോലെ സെയിൽസ് അക്കൗണ്ടും. എന്തുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു, ദെൻ സെയിൽസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു? ഇതറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ സാധനം വിറ്റപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒന്ന് നമ്മൾ സാധനങ്ങൾ വിറ്റു, ഗുഡ്സ് നമ്മൾ വിൽക്കുമ്പോൾ അവിടെ സെയിൽസ് എന്നാണ് നമ്മൾ പറയുക. ദെൻ വേറെ എന്തെങ്കിലും ഐറ്റംസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അസറ്റ്സ് ഏതൊക്കെയെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സെയിൽസ് എന്നല്ല യൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ വന്നിട്ടുള്ളത് എന്തായിരുന്നു? ഗുഡ്സ് സോൾഡ് ഫോർ ക്യാഷ് ആണ് ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളടുത്ത്. സോ നമ്മൾ സെയിൽസ് നടന്നു, അവിടെ നമുക്ക് എന്ത് കിട്ടി? ക്യാഷ് കിട്ടി. അപ്പോൾ എന്താണ് ഓട്ടോമാറ്റിക്കലി എന്താണ് നമ്മുടെ ക്യാഷ് എന്ന് പറയുന്നത്? എന്താണ്? ഒരു അസറ്റാണ്. ക്യാഷ് കൂടി അല്ലേ, നമ്മൾ സാധനം വിറ്റു, അപ്പോൾ എന്താണ് നമുക്ക് ക്യാഷ് കിട്ടി. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള, നമ്മളെന്ന് പറഞ്ഞാൽ ആരാണ്? ബിസിനസ്സാണ്. ബിസിനസ്സിൻ്റെ കയ്യിലുള്ള എന്ത് കൂടി? ക്യാഷ് കൂടി. ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റാണ്. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ്? ഡെബിറ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റിൻ്റെ ജേണൽ എൻട്രി എങ്ങനെ പറഞ്ഞത്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട്. ഓക്കെ, അങ്ങനെയാണ് ഒന്നാമത്തെ വരിക. ജേണൽ എൻട്രി അല്ല ചോദിച്ചിട്ടുള്ളത്, അതിൽ അഫക്റ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ട്സ്. അതായത് ഒന്നുമില്ല, ജേണൽ എൻട്രിയിൽ നമ്മൾ കൊടുക്കുന്ന രണ്ട് അക്കൗണ്ട്സ് ഏതാണോ ആ അക്കൗണ്ട്സിൻ്റെ നെയിം ജസ്റ്റ് ഇതേപോലെ എഴുതി കൊടുക്കുക. ക്യാഷ് അക്കൗണ്ടും സെയിൽസ് അക്കൗണ്ടും ആണ് അവിടെ അഫക്റ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ സെക്കൻഡ് വൺ, ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് ആണ്. എന്താണ്? ഗുഡ്സ് നമ്മൾ കടത്തിനാണ് മേടിച്ചിട്ടുള്ളത്. ക്യാഷ് കൊടുത്ത് വാങ്ങുന്നതിന് പകരം എന്ത് ചെയ്തു? നമ്മൾ കടം വാങ്ങി സാധനങ്ങൾ, നമ്മുടെ ബിസിനസ്സിന് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ കടം വാങ്ങി. ആ കടം മറ്റ് വ്യക്തികളുടെ അടുത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോപ്പിൽ നിന്നാണ് നമ്മൾ ഈ കടം വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ എഫക്റ്റ് ചെയ്യുന്ന നമ്മുടെ അക്കൗണ്ട്സ് ഏതൊക്കെയാണ്? അതിൻ്റെ ജേണൽ എൻട്രി എന്തായിരിക്കും വരിക? ഗുഡ്സ് നമ്മൾ പറഞ്ഞു വിറ്റപ്പോൾ സെയിൽസ് എന്ന് പറയും. ദെൻ ഗുഡ്സ് വാങ്ങിക്കുമ്പോൾ എന്താ പറയുക? പർച്ചേസസ് എന്നാണ് നമ്മൾ കോമൺ ആയിട്ട് പറയാം. മെഷീനറിയോ ഫേർണിച്ചറോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം എഴുതും. പകരം ഗുഡ്സ് എന്നാ പറയുന്നുണ്ടെങ്കിൽ എന്താണ്? പർച്ചേസസ് ആണ്. ദെൻ നമ്മൾ വാങ്ങിയിട്ടുള്ള ക്യാഷിനല്ല, പകരം ക്രെഡിറ്റിനാണ്, അതായത് കടം വാങ്ങിയതാണ്. സോ എങ്ങനെയായിരിക്കും ജേണൽ എൻട്രി വരിക? പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ. എങ്ങനെയാണ്? പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ആണ്. എന്താണ്? പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു നമ്മുടെ ആരാണ്? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഓക്കെ, ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലയബിലിറ്റി ആണ്. കാരണം നമ്മൾ കൊടുക്കാനുള്ള ആൾക്കാരാണ് ക്രെഡിറ്റേഴ്സ്. അറിയാലോ അല്ലേ, ക്രെഡിറ്ററും ഡെറ്ററും ഉള്ള ക്രെഡിറ്റർ. സോ നമ്മൾ ഗുഡ്സ് കടം വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിയിട്ടുള്ള വ്യക്തിക്ക് നമ്മൾ ലയബിളാണ്. എന്തിന്? ഈ ഒരു വാങ്ങിയ ഗുഡ്സിൻ്റെ ക്യാഷ് നമ്മൾ അവർക്ക് കൊടുക്കണം, നമ്മൾ ലയബിളാണ് ആണല്ലോ. സോ അതുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് പറയണത്? ക്രെഡിറ്റേഴ്സിനെ ക്രെഡിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്രെഡിറ്റേഴ്സിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി ആണ്. എന്തുകൊണ്ട് ക്രെഡിറ്ററിനെ ക്രെഡിറ്റ് ചെയ്തു?
ക്രെഡിറ്ററിനെ ക്രെഡിറ്റ് ചെയ്തു. ബിക്കോസ് അവിടെ എന്താണ്, നമ്മുടെ ലയബിലിറ്റി കൂടി അല്ലേ. നമ്മൾ കടം വാങ്ങിയതിന് ശേഷം, കടം വാങ്ങിയല്ലോ, ജസ്റ്റ് സാധനങ്ങൾ കടം വാങ്ങി, സാധനങ്ങൾ വാങ്ങി കടത്തിനാണ് വാങ്ങിയത്. സോ അവിടെ എന്താണ്, നമുക്ക് ഈ കടം വാങ്ങിയത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വ്യക്തിക്ക് വീണ്ടും ആ ഒരു ക്യാഷ് കൊടുക്കണം. നമ്മളുടെ ഒരു ബാധ്യതയാണ് അയാൾ, ബാധ്യതയാണ് നമ്മൾ ലയബിലിറ്റി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ലയബിലിറ്റി കൂടുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും, കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും, കുറയുമ്പോൾ ഡെബിറ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്തിട്ടുള്ളത് എന്തിനെ, ലയബിലിറ്റീസിനെ. ഓക്കെ, അതായത് ഇവിടെ ലയബിലിറ്റി എന്താണ്, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ആണ്. സോ നമ്മുടെ ഈ ജേണൽ എൻട്രിയിൽ വന്നിട്ടുള്ള 2 അക്കൗണ്ട്സ് ഏതൊക്കെയാണോ ആ 2 അക്കൗണ്ട്സ് ആയിരിക്കും ഈ രണ്ടാമത്തെ ട്രാൻസാക്ഷനിലെ എഫക്റ്റഡ് അക്കൗണ്ട്സ്, അതായത് പെർച്ചേസസും അതുപോലെ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തേൻ്റെ എന്താണ് എഴുതിയിട്ടുള്ളത്, പെർച്ചേസസ് അക്കൗണ്ട് ആണ് ഒന്ന് എഫക്റ്റ് ചെയ്യുന്ന അക്കൗണ്ട്, 2 ഏതാണ്, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. ഓക്കെ, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് തേർഡ് വൺ, ഇത് ഞാൻ പറഞ്ഞു സാലറീസ് അല്ല, ജസ്റ്റ് മിസ്റ്റേക്ക് വന്നാണ്, സാലറീസ് പെയ്ഡ് ആണ്. ഓക്കെ, സാലറീസ് പെയ്ഡ് ആണ് എന്ന് വെച്ചാൽ നമ്മൾ സാലറീസ് ശമ്പളം കൊടുത്തു എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു ബിസിനസ്സിൻ്റെ കേസിൽ ശമ്പളം കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ആർക്കായിരിക്കും, അവരുടെ ജീവനക്കാർക്കായിരിക്കും, അവിടുത്തെ എംപ്ലോയീസിനായിരിക്കും. ഓക്കെ, സോ ശമ്പളം കൊടുത്തു എന്ന് പറയുന്നത് ഒരു സാലറീസ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്. സോ നമ്മൾ ആ ആ ഒരു സാലറി കൊടുത്തത് ബാങ്ക് മുഖേനയാണോ ക്യാഷ് ആയിട്ടാണോ കൊടുത്തത് നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല. സോ അവിടെ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. സോ ഇതൊക്കെ നമുക്ക് ബേസിക്കായിട്ട് അറിയുന്ന കാര്യമാണ്. സാലറി എന്ന് പറയുന്നത് എന്താണ്, ഒരു എക്സ്പെൻസ് ആണ്. എസ്പെഷ്യലി അതെന്താണ്, ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. നമ്മൾ P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് സാലറീസ് എന്ന് പറയുന്നത്, ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. സോ സാലറി കൊടുത്തു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യാം, സാലറീസ് പെയ്ഡ്. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി പിന്നെ എന്തായിരിക്കും, സാലറീസ് അക്കൗണ്ട് ഡെറ്റർ ടു, ഒന്നെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും, ടു ക്യാഷ് അക്കൗണ്ട് ഓർ ടു ബാങ്ക് അക്കൗണ്ട് ആയിരിക്കും. ഒന്നെങ്കിൽ ക്യാഷ് അക്കൗണ്ട് അല്ലെങ്കിൽ ഓർ ബാങ്ക് അക്കൗണ്ട്. ക്യാഷ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യും. ഈവൻ നമ്മൾ ബാങ്കിലൂടെയാണ് ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. സോ ഇവിടെ നമ്മൾ ജേണൽ എൻട്രി പറഞ്ഞത് എന്തായിരുന്നു, സാലറീസ് പെയ്ഡിന് സാലറീസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന നമ്മളോട് ജേണൽ എൻട്രി അല്ല ചോദിച്ചിട്ടുള്ളത്, പകരം എന്താണ്, ഏതൊക്കെ അക്കൗണ്ട്സ് ആണ് എഫക്റ്റഡ് ആയിട്ടുള്ളത്, ഏതൊക്കെ അക്കൗണ്ട്സ് ആണ്, നമ്മുടെ സാലറി അക്കൗണ്ടും അതുപോലെ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. എന്തൊക്കെയായിരുന്നു, സാലറി അക്കൗണ്ട്, സാലറീസ് അക്കൗണ്ട് ആൻഡ് ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, എന്തുകൊണ്ടാണ് സാലറിനെ ഡെബിറ്റ് ചെയ്തതെന്ന് മനസ്സിലായോ, നമ്മുടെ എക്സ്പെൻസ് ആണ്, എക്സ്പെൻസ് കൂടുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഡെബിറ്റ് ചെയ്യാണ് ചെയ്യുക. ദെൻ ക്യാഷ്, നമ്മുടെ ബിസിനസ്സിൻ്റെ കേസിൽ നമ്മൾ ബിസിനസ്സുകാരാണെന്ന് ആലോചിക്കണം, നമ്മൾ സാലറി കൊടുത്തു എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സ്പെൻസ് ആണ്. ദെൻ എന്താണ്, ക്യാഷ് അല്ലെങ്കിൽ ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യാൻ കാരണം, സാലറി കൊടുത്തു എന്ന് പറയുമ്പോൾ നമ്മളെടുത്തുള്ള ക്യാഷിൽ നിന്നാണ് ക്യാഷ് പോകുന്നത്. ഐ മീൻ നമ്മുടെ ബിസിനസ്സിൻ്റെ അസറ്റായിട്ടുള്ള ക്യാഷിൽ നിന്നും നമ്മൾ എടുത്തിട്ടാണ് ഈ സാലറി കൊടുക്കുന്നത്. സോ എന്താണ്, നമ്മളെടുത്ത് ക്യാഷ് കുറയും. നമ്മളെന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ കയ്യിലുള്ള ക്യാഷ് കുറയും. സോ ക്യാഷ് എന്ന് പറയുന്ന അസറ്റാണ്, അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ദാറ്റ്സ് വൈ ദ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ്. ഓക്കെ, ഏതൊക്കെ അക്കൗണ്ട്സ് ആയിരുന്നു, സാലറീസ് അക്കൗണ്ടും അതുപോലെ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ടും ആണ് എന്ത് വന്നിട്ടുള്ളത്, ഈ ഒരു ട്രാൻസാക്ഷൻ, തേർഡ് ട്രാൻസാക്ഷൻ, സാലറീസ് പെയ്ഡിൽ അഫക്റ്റഡ് ആയിട്ടുള്ള 2 അക്കൗണ്ട്സ്. ദെൻ നാലാമത്തെ എന്താണ് ട്രാൻസാക്ഷൻ, ഡിപ്രീസിയേഷൻ ചാർജ്ഡ് ഓൺ ഫേർണിച്ചർ ആണ്. എന്താണ്, ഡിപ്രീസിയേഷൻ ചാർജ്ഡ് ഓൺ ഫേർണിച്ചർ, അതായത് ഫർണിച്ചറിൻ്റെ മുകളിൽ ഡിപ്രീസിയേഷൻ നമ്മൾ ചുമത്തി, അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തു. ഡിപ്രീസിയേഷൻ എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ അല്ലേ. സോ ഇങ്ങനെ വരുന്ന സമയത്ത് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എൻ ഇൻകം ഓർ എക്സ്പെൻസ് ഓർ അതർവൈസ് എനി അസറ്റ് ഓർ ലയബിലിറ്റി. നമുക്കറിയാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് എന്ത്, ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. സോ ഡിപ്രീസിയേഷൻ അപ്പോൾ എന്തായിരിക്കും, ഇറ്റ് ഈസ് ആൻ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, അതൊരു എക്സ്പെൻസ് ആണ്. നമ്മൾ ആലോചിച്ചാൽ മതി, നമ്മൾ ഈ തേയ്മാനം, നമ്മുടെ ഫിക്സഡ് അസറ്റിൻ്റെ തേയ്മാനം വരുമ്പോൾ അതിനൊരു ചിലവാക്കുക എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് എന്താണ്, ഒരു ചിലവാണ്, അതൊരു എക്സ്പെൻസ് ആണ്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് ടേംഡ് ആസ് ആൻ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആൻഡ് വിച്ച് ഇസ് ഷോൺ ഇൻ ദ ഡെബിറ്റ് സൈഡ് ഓഫ് P&L അക്കൗണ്ട്. സോ നമ്മുടെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. സോ ഡിപ്രീസിയേഷൻ നമ്മൾ ഫേർണിച്ചറിൻ്റെ മുകളിൽ ചാർജ് ചെയ്യാന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും ആ ഒരു എൻട്രി വരിക, നമ്മളിങ്ങനെ ആലോചിച്ചാൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അറിയാത്തൊരു ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്യാം, ലൈക്ക് ഇങ്ങനെ ഒരു കാര്യം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ വരുമ്പോൾ ഏതൊക്കെ അക്കൗണ്ട്സ് ആയിരിക്കാം. ഇവിടെ നമ്മളൊരു ജേണൽ എൻട്രി അല്ല ചോദിച്ചിട്ടുള്ളത്, ഏതൊക്കെ അക്കൗണ്ട്സാന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ ഒന്ന് എന്തായിരിക്കും, ഫേർണിച്ചർ ആയിരിക്കും. കാരണം ഫേർണിച്ചറിൻ്റെ മുകളിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്, ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. സോ
മറ്റേ അക്കൗണ്ട് ഒബ്വിയസ് ആയിട്ട് എന്തായിരിക്കും? ഡിപ്രീസിയേഷൻ ആയിരിക്കും അല്ലേ? സോ എന്തായിരിക്കും? ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു എന്തായിരിക്കും? നമ്മുടെ ഫേർണിച്ചർ ആയിരിക്കും. ജേണൽ എൻട്രി അറിയില്ലെങ്കിൽ പോലും ഈ രണ്ട് അക്കൗണ്ട്സ് ആയിരിക്കും ഇത് റിലേറ്റ് ചെയ്ത് വരിക. സോ നമ്മുടെ അക്കൗണ്ട്സ് ഏതൊക്കെയായിരിക്കും? ഒന്ന് ഡിപ്രീസിയേഷൻ അക്കൗണ്ട്, നമ്മൾ നാലാമത്തെ കേസാണ് പറയുന്നത്. ഫേർണിച്ചറിൻ്റെ മുകളിൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്താൽ ഡിപ്രീസിയേഷൻ അക്കൗണ്ടാണ് ഒന്ന്. രണ്ട് ഫേർണിച്ചർ അക്കൗണ്ടാണ്. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ദെൻ ഫേർണിച്ചർ അക്കൗണ്ട്. ഈ രണ്ട് അക്കൗണ്ട്സുമാണ് എന്ത് നമ്മളതിൽ എന്തായിട്ട് വരുന്നത്? എഫക്റ്റ് ആയിട്ട് വരുന്നത്. എന്താണ് എഫക്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചത്? നമ്മൾ ഈ ഒരു ട്രാൻസാക്ഷൻ്റെ ജേണൽ എൻട്രി എഴുതുമ്പോൾ ഈ രണ്ട് അക്കൗണ്ട്സിനുമാണ് അത് ബാധിക്കുന്നത്, അതായത് അഫക്റ്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? സോ എന്തുകൊണ്ടായിരുന്നു നമ്മൾ ജേണൽ എൻട്രി പറഞ്ഞത്? എന്തായിരുന്നു അതിൻ്റെ? ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഫേർണിച്ചർ ആണ്. എന്താണ്? ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഫേർണിച്ചർ ആണ്. ഡിപ്രീസിയേഷൻ ഡെബിറ്റ് ചെയ്യാൻ കാരണം എന്തായിരിക്കും? ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിപ്രീസിയേഷൻ ഈസ് ആൻ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. എന്താണ്? ഡിപ്രീസിയേഷൻ ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് കൂടുമ്പോൾ, അസറ്റോ എക്സ്പെൻസോ കൂടുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്? ഡെബിറ്റ് ചെയ്യാറാണ്. അതുകൊണ്ടാണ് ഡിപ്രീസിയേഷൻ നമ്മൾ ഡെബിറ്റ് ചെയ്തത്. ദെൻ നമ്മൾ ക്രെഡിറ്റ് ചെയ്തത് ആരെയാണ്? ഫേർണിച്ചറിനെയാണ്. ഫേർണിച്ചർ എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് അസറ്റാണ്. അപ്പോൾ എന്താണ്? ജനറലി ഇറ്റ് ഈസ് ആൻ അസറ്റ്. അതൊരു അസറ്റ് ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് ഫേർണിച്ചർ. എന്തുകൊണ്ടാണ് നമ്മൾ ഫേർണിച്ചർ എന്നുള്ളൊരു അസറ്റിനെ ക്രെഡിറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ, ഡിപ്രീസിയേഷൻ നമ്മൾ ഡെബിറ്റ് ചെയ്തു ബിക്കോസ് ഇറ്റ് ഈസ് ആൻ എക്സ്പെൻസ് ആൻഡ് എക്സ്പെൻസസ് ഇൻക്രീസിങ്. ഓക്കെ, ദെൻ നമ്മൾ ക്രെഡിറ്റ് ചെയ്തത് നമ്മുടെ ഫേർണിച്ചറിനെയാണ്. ഫേർണിച്ചർ ഒരു അസറ്റാണ്. എന്തുകൊണ്ടാണ് ക്രെഡിറ്റ് ചെയ്തതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഫേർണിച്ചറിൻ്റെ വാല്യൂ കുറയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഡിപ്രീസിയേഷൻ എന്ന് പറയാം. റെഡ്യൂസിങ് ഓർ ഡിക്രീസിങ് ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റാണ് ഡ്യൂ ടു വിയർ ആൻഡ് ടിയർ, അങ്ങനെ നമ്മൾ പറയും. അപ്പോൾ അതാണ് ഡിപ്രീസിയേഷൻ. സോ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ കുറയാണ്. സോ നമ്മുടെ ഫിക്സഡ് അസറ്റ് ഇവിടെ എന്താണ്? നമ്മുടെ ഫേർണിച്ചറാണ്. സോ ഈ ഫേർണിച്ചറിൻ്റെ വാല്യൂ കുറയുക എന്ന് പറയുമ്പോൾ എന്താണ്? അസറ്റ് കുറയാന്നല്ലേ അതിൻ്റെ അർത്ഥം അല്ലേ? ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ കുറയുക എന്ന് പറഞ്ഞാൽ അസറ്റ് കുറയാന്നാണ്. സോ അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യാറ്? സാധാരണ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും ആണല്ലോ അല്ലേ? ഓക്കെ ആണല്ലോ? അതുകൊണ്ടാണ് ഇതിൻ്റെ ജേണൽ എൻട്രി എങ്ങനെ വരുന്നത്? ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഫേർണിച്ചർ. അവിടെ ഏത് അസറ്റാണോ ആ അസറ്റാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ, അതാണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഒരു നമ്മുടെ ഇന്നത്തെ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ 21st ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്ന ഇതൊക്കെയാണ്. എന്തൊക്കെയായിരുന്നു നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്? 4 ട്രാൻസാക്ഷൻ തന്നിട്ട് ആ ട്രാൻസാക്ഷൻസിൻ്റെ ജേണൽ എൻട്രി എഴുതുമ്പോൾ എഫക്റ്റ് ചെയ്യുന്ന അക്കൗണ്ട്സ് ഏതൊക്കെയെന്നായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ പറഞ്ഞു ഗുഡ്സ് സോൾഡ് ഫോർ ക്യാഷ് ആവുമ്പോൾ ക്യാഷ് അക്കൗണ്ടും ആൻഡ് സെയിൽസ് അക്കൗണ്ടും, ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് ആവുമ്പോൾ പർച്ചേസസ് അക്കൗണ്ടും നമ്മുടെ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും, ദെൻ സാലറീസ് പെയ്ഡ് ആവുമ്പോൾ സാലറീസ് അക്കൗണ്ടും, ദെൻ ക്യാഷോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടോ ഏത് എഴുതിയാലും കുഴപ്പമില്ല. ദെൻ നാലാമത്തെ ഡിപ്രീസിയേഷൻ ചാർജ്ഡ് ഓൺ ഫേർണിച്ചർ ആവുമ്പോൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ടും ദെൻ നമ്മുടെ ഫേർണിച്ചർ അക്കൗണ്ടും. ഇതാണ് നമ്മുടെ മെയിനായിട്ട് വരുന്ന ആൻസേഴ്സ്. നമ്മളത് ജേണൽ എൻട്രി അല്ല ചോദിച്ചിട്ടുള്ളത്. ഇത് ക്വസ്റ്റ്യൻ വായിക്കുന്നതിന് മുന്നേ ജേണൽ എൻട്രി എന്ന് കണ്ടിട്ട് അത് എഴുതി വെക്കില്ല. ചോദിച്ചിട്ടുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് നെയിംസ് ഓഫ് എഫക്റ്റഡ് അക്കൗണ്ട്സ് ആണ്. എന്താണ്? വൈൽ മേക്കിംഗ് ജേണൽ എൻട്രീസ് ആണ്. ഓക്കെ, നമ്മൾ ഈ ഇതിൻ്റെ എൻട്രീസ് എഴുതുമ്പോൾ ഏതൊക്കെ അക്കൗണ്ട്സിനാണ് എഫക്റ്റ് ചെയ്യുന്നത്? അതായത് നമ്മൾ ആ ജേണൽ എൻട്രി അറിയുന്നവർക്കാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് അറിയാം. ജേണൽ എൻട്രി ഇനിയിപ്പോൾ ഈവൻ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ എന്ന്, ഈ ക്വസ്റ്റ്യനിൽ അതിൻ്റെ ഒരു ഇഷ്യൂ വരുന്നില്ല. കാരണം നമ്മുടെ അടുത്ത് 2 അക്കൗണ്ടിൻ്റെ പേര് മാത്രമേ എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ. ഏതൊക്കെ അക്കൗണ്ട്സ് ആണോ എഫക്റ്റ് ചെയ്യുന്നത് ആ അക്കൗണ്ട്സിൻ്റെ പേര് എന്ത് ചെയ്യുക? ജസ്റ്റ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതാണ് നമ്മുടെ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മേ ബി ഇനിയിപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ ജേണൽ എൻട്രി ചോദിക്കുകയാണെങ്കിൽ തന്നെ ഈ സെയിം സാധനങ്ങൾ വന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാലോ ജേണൽ എൻട്രി. അതിനാണ് ഞാൻ ജേണൽ എൻട്രിയും കൂടെ പറഞ്ഞത്. സോ ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇത് കുറച്ച് 4 നമ്മുടെ ക്ലാസിഫിക്കേഷൻസ് അല്ലെങ്കിൽ 4 എന്താ പറയുക 4 എണ്ണമായിട്ട് കോമ്പണൻസ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് കുറച്ച് ലാഗായി പോയത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ജേണൽ എൻട്രി അല്ല ചോദിച്ചിട്ടുള്ളത്. അക്കൗണ്ട്സിൻ്റെ പേര് മാത്രം ഇങ്ങനെ ജസ്റ്റ് കണ്ടില്ലേ ഇതേപോലെ ഇങ്ങനെ ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം? ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.